ആയിഷത്ത് ഷംന, അതായത് നീതി കിട്ടാത്ത ഒരു പെൺകുട്ടി, ആരും ചർച്ച ചെയ്യാത്ത ഒരു പെൺകുട്ടി, RSSന്റെ ഗുണ്ടകൾ നിരന്തരമായി ആക്രമിക്കുന്ന RSSന്റെ ഗുണ്ടകൾ ഈ പറയുന്ന ആയിഷത്ത് ഷംനയെ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യും. ഒരു പക്ഷേ കൊല്ലാനടക്കം മടിക്കൂല. എന്തിനാണ് RSSന്റെ ഗുണ്ടങ്ങൾ ഈ പൊന്നുമോളായ ആയിഷത്ത് ഷംനയെ ആക്രമിക്കുന്നത്? ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഒരുപക്ഷെ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ ഇല്ലാതായി വരും. അല്ലെങ്കിൽ എനിക്കൊരു മിനിമം ഒരു 1000 പേരെങ്കിലും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് മെസ്സേജ് അയക്കും, പ്രശ്നമില്ല. അതായത് പൊന്നു മനുഷ്യന്മാരെ, ഞാൻ ഇന്ന് എൻ്റെ ഫേസ്ബുക്കിൽ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ, ഇൻബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടുകയാണ്. കുറെ നല്ലവരായ പ്രേക്ഷകർ എനിക്ക് മെസ്സേജ് അയച്ചു, ആയിഷത്ത് ഷംനയുടെ വിഷയം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല, ആയിഷത്ത് ഷംന ഇങ്ങനെയാണ് കുറെ മെസ്സേജ് വന്നത്. ഞാൻ കൂടുതലായി പരിശോധിച്ചപ്പോഴാണ് ആയിഷത്ത് ഷംന ശോഭാ സുരേന്ദ്രൻ കാരണം വലിയൊരു പ്രശ്നത്തിലാണ് പാവം ആ പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ, ആരെയും പേടിക്കാതെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് വരുന്ന ഭവിഷ്യത്ത് കാരണം ആരും പേടിക്കണ്ട, എനിക്ക് എന്ത് വന്നാലും നേരിടാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ആരും ചർച്ച ചെയ്യാത്ത ടോപ്പിക്ക് ഞാൻ ഇങ്ങനെ എടുത്ത് ചർച്ച ചെയ്യുന്നത്. പൊന്നു മനുഷ്യന്മാരെ, ആയിഷത്ത് ഷംന ബിഗ് ടിവിയുടെ ഒരു റിപ്പോർട്ടറാണ്. ഓക്കെ, മുമ്പ് അവൾ 24 ചാനലിലും വർക്ക് ചെയ്തിട്ടുണ്ട്. നിലവിൽ ബിഗ് ടിവിയിലാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ കള്ള പൈസ കൊടുത്തിട്ട് വോട്ട് മേടിക്കുന്നു, ആ ഒരു വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ആ വിഷയത്തെ കുറിച്ചിട്ട് ബിഗ് ടിവിയുടെ റിപ്പോർട്ടറായ ആയിഷത്ത് ഷംന ശോഭാ സുരേന്ദ്രനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ശോഭ വിറക്കുന്നത്? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സത്യസന്ധമായ ഉത്തരം പറയണം. നിങ്ങൾ ഉത്തരം പറയുമ്പോൾ വിറക്കുകയാണ്, അത് എന്തിന് വിറക്കുന്നു എന്ന് ആയിഷത്ത് ഷംന ചോദ്യം ചോദിച്ചതാണ് ഇവർക്ക് പൊള്ളിയത്. അതിനെ കുറിച്ചിട്ട്, അതായത് വാർത്ത, ഒരു ഒറ്റ സെക്കൻഡ്, വാർത്ത വരുന്നുണ്ട്, മറ്റേ ബിഗ് ടിവി തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്. ആ വാർത്തയുടെ ക്ലിപ്പ് ഞാൻ വെച്ച് തരാം. അപ്പോൾ ഈ പറയുന്ന ആയിഷത്ത് ഷംനയെ നിരന്തരം സംഘപരിവാർ വിളിക്കുകയാണ്, വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. നിന്നെ ഞങ്ങൾ ജോലി ചെയ്യാൻ അനുവദിക്കൂല. അതിനുശേഷം ഈ പൊന്നുമോളായ ആയിഷത്ത് ഷംനയുടെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇവരുടെ സംഘപരിവാർ ഗ്രൂപ്പിലൂടെ അയച്ചിട്ട് വളരെ മോശമാക്കിയിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഈ പൊന്നുമോളായ, അതായത് ഈ പൊന്നുമോളായ ആയിഷത്ത് ഷംനയെ നിരന്തരം സംഘപരിവാർ ആക്രമിക്കുകയാണ്. അവൾക്ക് നീതി കിട്ടണം, കാരണം ആ ഒരു പൊന്നുമോൾ റിപ്പോർട്ടറാണ്. അവൾക്ക് വീട്ടിനുള്ളിൽ മിണ്ടാപ്രാണിയെ പോലെ ഇരിക്കേണ്ടവളല്ല. അവൾ 24 hours 24 മണിക്കൂറും അവളുടെ ചാനൽ എന്താണോ പറയുന്നത് ആ സമയത്ത് പണിയെടുക്കേണ്ടവളാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒറ്റക്കും സഞ്ചരിക്കുന്നവളാണ്. അതുകൊണ്ട് അവൾക്ക് നാളെ ഒരു അപകടവും വരാൻ സമ്മതിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എന്താണ് ആക്ച്വലി ആയിഷത്ത് ഷംനക്ക് സംഭവിച്ചത്? ഈ ഒരു വാർത്തയുടെ ക്ലിപ്പ് ഞാൻ വെച്ച് തരാം, മുഴുവനായിട്ട് നിങ്ങൾ കാണണം. ഓക്കെ, അന്നെങ്കിലേ ആയിഷത്ത് ഷംന എന്ന പൊന്നുമോൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ചോദ്യം ചോദിച്ചതിന് സൈബർ അധിക്ഷേപം നേരിട്ടതിൽ പരാതി നൽകി ബിഗ് ടിവി റിപ്പോർട്ടർ. വോട്ടിന് നോട്ട് വിവാദത്തിൽ ശോഭാ സുരേന്ദ്രനോട് ചോദ്യം ചോദിച്ചതിലാണ് പാലക്കാട്ടെ ഞങ്ങളുടെ പ്രതിനിധി ആയിഷത്തുൽ ഷംനക്ക് നേരെ അധിക്ഷേപമുണ്ടായത്. വാർത്ത നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും വ്യക്തി അധിക്ഷേപവും ഭീഷണിയും തുടർന്നതോടെയാണ് പരാതി പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അന്ന് ശോഭാ സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്ത് ഷംന ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, താങ്കളുടെ വിശദീകരണം, അതിലൊരു വ്യക്തത പോരല്ലോ. മിസ്റ്റർ ശോഭാ സുരേന്ദ്രൻ, ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് നാണമുണ്ടോ? അതായത് എത്ര പേരാണ് ചോദ്യം ചോദിച്ചത്, ആയിഷത്ത് ഷംനയെ മാത്രം എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത്? ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പറയും എനിക്കറിയത്തില്ല. ഓക്കെ, ശരി തന്നെയാണ്. നിങ്ങളുടെ സംഘപരിവാർ പേജിൽ നിന്നാണ് ഇങ്ങനെയുള്ള ആക്രമണം വരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് പറയാമല്ലോ, അവളെ ആക്രമിക്കണ്ട, അവൾ മാത്രമല്ല ചോദ്യം ചോദിച്ചത്, കുറെ പേര് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആയിഷത്ത് ഷംനയെ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു? അങ്ങനെ ചെയ്യണ്ട, നിങ്ങൾക്ക് പറയാമല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? ഈ വാർത്ത പരക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. ആരും മൈൻഡ് ചെയ്യുന്നില്ല, പേടിച്ചിട്ടാണ്. ആർക്കും ഇങ്ങനെയുള്ള വിഷയം ചർച്ച ചെയ്യാൻ പേടിയാണ് എന്ന ചോദ്യമാണ് ബിജെപി കേന്ദ്രത്തെ സുരേന്ദ്രനോട് ചോദ്യം ചോദിക്കുമ്പോൾ, ഒരു ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിക്കുമ്പോൾ ടു ദ പോയിന്റ് ആയി, ഫോക്കസ്ഡ് ആയി അക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ ശോഭാ സുരേന്ദ്രന് കഴിയുന്നില്ലല്ലോ. അതായിരുന്നു ആ ചോദ്യത്തിന്റെ ഉള്ളടക്കം. ആ ചോദ്യം ചോദിച്ചതിന് പിന്നാലെ ആയിഷത്തുൽ ഷംനയ്ക്ക് നേരെ ഉണ്ടായത് വലിയ സൈബർ അധിക്ഷേപമാണ്. എന്താ അല്ലേ, നിങ്ങൾക്ക് നാണമുണ്ടോ സംഘപരിവാരെ? ഇലക്ഷൻ സമയത്ത് UDFനും LDFനും BJPക്കും എല്ലാവർക്കും സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പം നമ്മളിപ്പോൾ ശോഭാ സുരേന്ദ്രനെ ട്രോളുന്നുണ്ട്, VD സൈച്ചനെ ട്രോളുന്നുണ്ട്, മറ്റേ ആരിപ്പോൾ പിണറായി വിജയനെ ട്രോളുന്നുണ്ട്. അതിനൊക്കെ കേസ് കൊടുക്കാൻ പോയാലോ? ഈ പെൺകുട്ടിയെ
സൈബർ അറ്റാക്ക് ചെയ്തത് മാത്രമല്ല ഈ പെൺകുട്ടിക്ക് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്. ബാക്കി കൂടി കേട്ട് നോക്കാം. അതിപ്പോഴും തുടരുന്നു. ഷംന തന്നെ നേരിട്ട് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്, കേവലം ഈ പറയുന്ന സൈബർ അധിക്ഷേപം മാത്രമല്ല, ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, അവരുടെ ദൈനംദിന ജോലിക്ക് പുറത്തിറങ്ങുമ്പോൾ പിന്നാലെ നടന്ന് അവരെ ഉപദ്രവിക്കുക, ആ നിലയിൽ അധിക്ഷേപിക്കുക, ജോലിയുമായി മുന്നോട്ട് പോകാൻ പോലും കഴിയാത്ത തരത്തിൽ അവരെ ഉപദ്രവിക്കുന്നു എന്നതാണ് ഷംന നൽകിയ, ഐഷത്തുൽ ഷംന പോലീസിന് നൽകിയ പരാതിയുടെ കാതൽ. ഇത് ചോദിച്ച സംഘികളോട് ഒരു കാര്യം പറയുകയാണ്, ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ ആരാണ്, ഒന്ന് കാണിച്ചതാ നിങ്ങള്. പൊന്നുമോളെ പറയുകയാണ്, അവളെ ജോലിക്ക് പോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. ശോഭാ സുരേന്ദ്രനല്ല, നാളെ നരേന്ദ്രമോദി ആവട്ടെ, അല്ലെങ്കിൽ പിണറായി വിജയൻ ആവട്ടെ, VD സതീശൻ ആവട്ടെ, ആരെങ്കിലും വൃത്തികേട് കാണിച്ചാൽ ഞങ്ങളെപ്പോലുള്ള ആയിഷത്ത് ഷംനയെ പോലുള്ളവർ ചോദിക്കും. നിങ്ങളൊക്കെ എത്ര, ഇപ്പൊ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ് ഇവിടെ വിട്ടിത്തരം പറഞ്ഞാൽ ഞാൻ ചോദിക്കും, ചൂണ്ടിക്കാണിക്കും. ഞങ്ങളുടെ പണിയതാണ്. അതിന് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ട് എന്ത് കാര്യമുള്ളത്? നാണമുണ്ട് നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്താൻ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. അക്കാര്യത്തിൽ പോലീസിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതിന്റെ തെളിവുകൾ അടക്കമുള്ള സ്ക്രീൻഷോട്ടൊക്കെ പോലീസിന്റെ നൽകിയ പരാതിയിൽ ഷംന കൈമാറുകയും ചെയ്തു. എന്തായാലും സത്യസന്ധമായി ചോദിക്കേണ്ട ചോദ്യങ്ങൾ പൊതുജനത്തിന് വേണ്ടി, പൊതുജനം അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സ്വാഭാവികമായും ബിഗ് ടിവിക്ക് വേണ്ടി റിപ്പോർട്ടർ ഐഷത്തുൽ ഷംന അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രനോട് ചോദിക്കേണ്ടത്. അത് ഈ പൊതുജനങ്ങൾക്ക്, പൊതുസമൂഹത്തിന് അന്നത്തെ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സംശയങ്ങൾ തന്നെയാണ്. ആ സംശയങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടൊന്നും നമ്മളാരും പേടിക്കില്ല. പക്ഷേ ഇതിനെ നിയമപരമായി വഴിയിലൂടെ നേരിടുക മാത്രമാണ് ബിഗ് ടിവിയും ബിഗ് ടിവിയുടെ റിപ്പോർട്ടിംഗ് സംഘവും ചെയ്യുന്നത്. അല്ലേ വിജയ? ഓക്കെ, ശോഭാ സുരേന്ദ്രനോട് ഒരു കാര്യം പറയുകയാണ്. അല്ലയോ അമ്മ എന്ന് വിളിക്കാൻ കാരണം ഇവര് പാലക്കാടിലേക്ക് വരുമ്പോൾ പറഞ്ഞത് ഞാൻ പെൺകുട്ടികളുടെ അമ്മയാണ്. രാഹുൽ മാങ്കൂടത്തിൽ അവിടെ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂടത്തിൽ വലിയൊരു പീഡനവീരനാണ്. അങ്ങനെ പീഡനത്തിന് ഇരയായ പെൺകുട്ടികളുടെ അമ്മയാണ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടികളൊക്കെ സുരക്ഷിതർ, അങ്ങനെയൊക്കെയല്ലേ ശോഭ നിങ്ങൾ പറഞ്ഞത്? ഒരു കാര്യം ഇടക്ക് പറയുകയാണ് പൊന്നു പ്രേക്ഷകരെ, ആദ്യം തന്നെ സോറി ചോദിക്കുന്നു, ലേഖടിപ്പിക്കുന്നതല്ല. രാഹുൽ മാങ്കൂടത്തിൽ കുറ്റക്കാരനൊന്നുമല്ല. കോടതി എന്ന് രാഹുൽ കുറ്റക്കാരെന്ന് പറയുന്നു, അന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ വിഷയത്തിലേക്ക് വന്നതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ ശോഭ ഒരു പാവം പെൺകുട്ടി, ഒരു ഏകദേശം ചെറിയ പിഞ്ചോമന പൈതളാണ്. അതായത് 10-20 വയസ്സായതേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവിൽ. ചിലപ്പോൾ 18 വയസ്സ് മാത്രമായിരിക്കും. 10-20 വയസ്സായിട്ടുള്ള ഒരു പിഞ്ചോമന പൈതളിനെ ഇങ്ങനെ ആക്രമിക്കാൻ നാണമില്ലേ? അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയും എനിക്കറിയത്തില്ല. അപ്പോൾ ശോഭ, നിങ്ങളുടെ അണികൾ നിങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് ഇവരെ അറ്റാക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് പറഞ്ഞൂടെ, നിർത്താൻ പറഞ്ഞൂടെ? ഇത് ഇലക്ഷൻ അല്ലേ, നിങ്ങൾക്ക് നാണമുണ്ടോ? ഈ പറയുന്ന ആയിഷ ഷംന മാത്രമാണോ ഇങ്ങനെ ചോദ്യം ചോദിച്ചത്? എത്ര പേർ നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്? ഉളുപ്പെന്ന് പറയുന്ന സാധനമുണ്ടോ മിസ്റ്റർ ശോഭാ സുരേന്ദ്രൻ? തോറ്റിട്ട് പണ്ടാരടങ്ങുന്ന ഒരു കാര്യം പറയാൻ പൊന്നു മനുഷ്യന്മാര്, ഞാൻ ശോഭാ സുരേന്ദ്രൻ ദേശം തീർക്കുന്നതല്ല. അതായത് ഞാൻ കണക്കാക്കിയ എനിക്ക് കിട്ടുന്ന എക്സിറ്റ് പോൾ വിവരം അനുസരിച്ച് ഇവര് 1-2 വോട്ടിനല്ല പരാജയപ്പെടാൻ പോകുന്നത്. 10-12,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ രമേശ് പിഷാരടി ജയിക്കാൻ പോകുന്നത്. ഇവരെ പോലുള്ളവർ ജയിച്ചാൽ എന്താവും അവസ്ഥ? പൈസ കൊടുത്തിട്ട് വോട്ട് പിടിക്കുന്നത് ചോദിക്കാൻ വന്നാൽ ഭീഷണിയാണ്. തെളിവോടുകൂടിയല്ല, അല്ലാതെ എന്നെ പോലുള്ളവർ അല്ലെങ്കിൽ ആയിഷത്ത് ഷംന വെറുതെ കള്ളം പറഞ്ഞതാണോ? നിങ്ങൾ പൈസ, ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള കൃത്യമായ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്, വീഡിയോ ദൃശ്യം കിട്ടിയിട്ടുണ്ട്. ഈ ലോകത്തിൽ അതിനും വലിയ തെളിവെന്ത്? നിങ്ങൾ പൈസ കൊടുക്കുന്ന, അതായത് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രന്റെ കാറിൽ വൈറ്റ് ഡ്രസ് ഇട്ടിട്ടുള്ള, വെളുത്ത ഡ്രസ് ഇട്ടിട്ടുള്ള ഒരാൾ പൈസ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പൈസ കൊടുത്തിട്ട് ശോഭാ സുരേന്ദ്രന്റെ അതേ വണ്ടിയിൽ കയറുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനോട് ചോദിക്കുമ്പോൾ അത് നിസിലാണ്, പ്രേതമാണ്, സ്വപ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് മുങ്ങുന്നില്ലേ? അതിനെയാണ് ഞങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ഉത്തരം തരുന്നില്ല, വൃത്തിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ തരുന്നില്ല എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. എത്ര പേരാണ് നിങ്ങളോട് ചോദ്യം ചോദിച്ചത്? പാവപ്പെട്ട ഈ കുട്ടിയോട് മാത്രം നിങ്ങൾക്ക് ഇത്ര വൈരാഗ്യം? നാണമുണ്ടോ? ഉളുപ്പുണ്ടോ? അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. സമയമില്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് തീർത്തത്. ഓക്കെ, ഇതിനെക്കുറിച്ചിട്ട് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഒന്നും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ.